ബഹുമാന്യരെ, എന്താണ് പ്രേതം? കർമ്മഫലത്തിൻ്റെയോ സാഹചര്യത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ദുർമരണപ്പെട്ടതോ മരണമടഞ്ഞതോ ആയ മനുഷ്യൻ്റെ ദശപ്രാണനിൽ 10ാമത്തെ പ്രാണനായ ധനഞ്ജയന് മറ്റു 9 പ്രാണനോടും ചേരാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രേതമെന്ന് പറയുന്നത്. അതായത് ഗതി കിട്ടാതെ വലയുന്ന അവസ്ഥ. ദശപ്രാണൻ മനുഷ്യ ശരീരത്തിൽ പ്രാണശക്തി പ്രധാനമായും 10 വിധത്തിലാണ് നിലകൊള്ളുന്നത്. അതിൽ 1 പ്രാണൻ, 2 അപാനൻ, 3 വ്യാനൻ, 4 ഉദാനൻ, 5 സമാനൻ എന്നിങ്ങനെ 5 പ്രാണനും, 1 നാഗൻ, 2 കൂർമൻ, 3 കൃഹലൻ, 4 ദേവദത്തൻ, 5 ധനഞ്ജയൻ എന്നിങ്ങനെ 5 ഉപപ്രാണന്മാരും ചേർന്ന് 10 വിധത്തിലാണ് നിലകൊള്ളുന്നത്. ഇനി ഈ 5 പ്രാണനും 5 ഉപപ്രാണനും നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. 1. മനുഷ്യൻ്റെ നെഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന പ്രാണനാണ് പ്രധാനമായും ശ്വസിക്കുകയും ശ്വാസം പുറത്തുവിടുകയും ചുമയ്ക്കുകയും ചെയ്യുന്നതിലൂടെ വായുവിനെ പൂർണ്ണതയിലാക്കുന്നത്. ഇനി നമുക്ക് അപാനവായുവിൻ്റെ ധർമ്മം അല്ലെങ്കിൽ പ്രവൃത്തി എങ്ങനെയെന്ന് നോക്കാം. വായുവിനെ അധോഭാഗത്തേക്ക് നയിക്കുകയും മൂത്രത്തെയും ശുക്ലത്തെയും വഹിക്കുകയുമാണ് അപാനവായുവിൻ്റെ പ്രവൃത്തി. ഇനി സമാനൻ ശരീരത്തിലെ വാതപിത്ത കഫങ്ങളെയും രക്തത്തെയും മറ്റും സമനിലയിലാക്കി നിയന്ത്രിക്കുന്നത് സമാനനാണ്. ഇനി ഉദാനൻ ചുണ്ടുകൾ വിറപ്പിക്കുന്നതും മുഖവും കണ്ണും തുടിപ്പിക്കുന്നതും മർമ്മങ്ങളെ ശോഭിപ്പിക്കുന്നതും ഉദാനനാണ്. ഇനി വ്യാനൻ കൈകാലുകൾ തുടങ്ങിയ അവയവങ്ങളെ മടക്കുന്നതിനും നിവർക്കുന്നതിനും സഹായിക്കുന്നത് വ്യാനൻ്റെ പ്രവൃത്തിയാണ്. ഇനി 5 ഉപപ്രാണന്മാരുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിക്കൽ, തുമ്മൽ, കൺപോളകളുടെ ചലനം, വിശപ്പ്, മയക്കം, ദേഹത്തിലെ കോശങ്ങളെ തമ്മിൽ ബന്ധപ്പെടുത്തൽ മുതലായവ ഉപപ്രാണന്മാരുടെ പ്രവർത്തനങ്ങളാണ്. ഇതിൽ ഉപപ്രാണന്മാരിൽ ധനഞ്ജയൻ എന്ന പ്രാണൻ കർമ്മഫലങ്ങളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മരണശേഷവും ചിലരുടെ ശരീരത്തിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും പെട്ടെന്നൊന്നും അകലുന്നില്ല. ഇതിനെയാണ് നാം പ്രേതമെന്ന് പറയുന്നത്. ഇനി ധനഞ്ജയൻ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരീരത്തിലെ കോശങ്ങളെ തമ്മിൽ ബന്ധപ്പെടുത്തലാകയാൽ മരണശേഷവും ദേഹം പൂർണ്ണമായി ദഹിക്കുകയോ ചീഞ്ഞളിഞ്ഞ് മണ്ണിൽ ലയിക്കുകയോ ചെയ്യുന്നതുവരെ അത് ശരീരത്തിൽ നിന്നും അകലുന്നില്ല. ബഹുമാന്യരെ, മാതാപിതാക്കളിൽ പ്രാണൻ്റെ ഈ 10 കലകളും പൂർണ്ണമായി പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി ആ കുട്ടിയിൽ മാതാപിതാക്കളുടെ 10 പ്രാണകലകളുടെ അംശവും കടന്നു ചെല്ലുന്നു. ഭാരതീയ ശാസ്ത്രവും ഭാരതീയ സംസ്കാരവും പ്രകാരം ഒരു വ്യക്തി മരിച്ച സ്ഥലത്തിനോ ശവസംസ്കാരം ചെയ്ത സ്ഥലത്തിനോ ആചാരപരമായി പ്രാധാന്യം നൽകുന്നവരുമുണ്ട്, പ്രാധാന്യം നൽകാത്തവരുമുണ്ട്. ഒരു വ്യക്തിയുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും വീട്ടിൽ വച്ചോ അല്ലെങ്കിൽ വളരെ ദൂരെ വിദേശത്തോ മറ്റെവിടെയെങ്കിലുമോ വച്ച് മരണപ്പെടുകയാണെങ്കിൽ മരണസമയത്തോടുകൂടി മരണപ്പെട്ട ആളിൻ്റെ 10 പ്രാണകലകളോട് കൂടിയ ശരീരത്തിൽ നിന്നും 9 പ്രാണകലകൾ വേർപെടുന്നു. ശരീരകോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 10ാമത്തെ പ്രാണനായ ധനഞ്ജയൻ ആ സമയം ശരീരത്തിൽ നിന്നും വേർപെടുന്നില്ല. സത്യത്തിൽ മരണം പൂർത്തിയാവുന്നത് ധനഞ്ജയൻ എന്ന പ്രാണനും കൂടി ശരീരത്തിൽ നിന്നും വേർപെടുമ്പോൾ മാത്രമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയുന്നു,
മനുഷ്യൻ എപ്രകാരമാണോ കീറിമുറിഞ്ഞ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ മാറുന്നത്, അതുപോലെ ആത്മാവ് ഉപയോഗശൂന്യങ്ങളായ ദേഹങ്ങളെ ഉപേക്ഷിച്ച് മറ്റു പുതിയ ശരീരങ്ങളെ സ്വീകരിക്കുന്നു. അതിനാൽ ആത്മാവ് നിത്യവും അനശ്വരവുമാണെന്നും ഭൗതിക ശരീരം ഉപേക്ഷിച്ച ജീവൻ മറ്റൊരു ദേഹം സ്വീകരിക്കുന്നു എന്നുമാണ് ഭാരതീയ സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത്. പൊതുവെ മാതാപിതാക്കൾക്ക് സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് കുഞ്ഞുങ്ങൾക്ക് പുതിയൊരു ജീവിതം ഉണ്ടാകാൻ മാതാപിതാക്കൾ വഴിയൊരുക്കുകയും ആ ശക്തമായ കുടുംബജീവിത ആത്മബന്ധങ്ങളുടെ ഫലമായി മാതാപിതാക്കളുടെ മരണശേഷമുള്ള ശേഷക്രിയകൾ ചെയ്യുവാനും കുട്ടികളെ പ്രേരിപ്പിക്കുന്ന തലമുറകളായുള്ള ദൈവികപരമായ ആചാരം കൂടിയാണ് ഭാരതീയ കുടുംബ സംസ്കാരം. മാതാപിതാക്കൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മരണസമയത്ത് ഭൗതിക ശരീരത്തിൽ നിന്നും വേർപെടുന്ന 9 പ്രാണകലകളും അന്തരീക്ഷത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ശവസംസ്കാരം കഴിഞ്ഞ് 6 മാസമോ 1 വർഷമോ അല്ലെങ്കിൽ പല വർഷങ്ങൾ കഴിയുമ്പോൾ സെല്ലുകളെ യോജിപ്പിക്കുന്ന ധനഞ്ജയൻ എന്ന പ്രാണൻ ആ മരണമടഞ്ഞ ശരീരവുമായുള്ള ചുറ്റുപാടുകളിൽ നിന്നും വേർപെടുന്നു. ഈ പ്രാണന് അന്തരീക്ഷത്തിലുള്ള 9 പ്രാണനുമായി യോജിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും അതിലേക്ക് ചേരുവാൻ കഴിയുന്നില്ല. മരണമടഞ്ഞ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും വേർപിരിഞ്ഞ അന്തരീക്ഷത്തിലുള്ള ഈ 9 പ്രാണനും അവരിൽ നിന്ന് പിരിഞ്ഞു നിൽക്കുന്ന ധനഞ്ജയൻ എന്ന ഈ പ്രാണനെ കൂടി അവരോട് കൂടെ യോജിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും കർമ്മഫലങ്ങളുടെയും സാഹചര്യങ്ങളുടെയും ഫലമായി അതിലേക്ക് ചേരാൻ കഴിയുന്നില്ല. ഇത് ആ 9 പ്രാണനെയും വലിയ ധർമ്മസങ്കടത്തിലാക്കുന്നു. പക്ഷേ 1 വർഷത്തിന് ശേഷമോ പല വർഷങ്ങൾക്ക് ശേഷമോ മാത്രം ശ്മശാന അവസ്ഥയിലുള്ള ആ ചുറ്റുപാടുകളിൽ നിന്നും മുക്തരാകുന്ന ധനഞ്ജയൻ 9ലേക്ക് ചേരാൻ കഴിയാത്ത നിരാശയോട് അന്തരീക്ഷത്തിൻ്റെ താഴെത്തട്ടിൽ കൂടി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മരിച്ച വ്യക്തിയുടെ മക്കളുടെയോ അടുത്ത ബന്ധുക്കളുടെയോ അയൽവാസികളുടെയോ ശരീരത്തിന് ചുറ്റും ബാഹ്യത്തിൽ വലയം ചെയ്യുന്നു. ഇത് ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന ദൈവാധീനം കുറഞ്ഞ ചില വ്യക്തികൾക്ക് മാനസികമോ ശാരീരികമോ ആയ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇതിനെയാണ് പ്രേതമെന്ന് പൊതുവെ പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഈ ധനഞ്ജയൻ എന്ന പ്രേതാവസ്ഥയിലുള്ള പ്രാണൻ ഇതിന് സമാനമായ ധർമ്മത്തിൽ പ്രവർത്തിക്കുന്ന ദൈവാധീനം കുറഞ്ഞ മറ്റുള്ളവരുടെ ശരീരത്തിലെ ദശപ്രാണന്മാരുമായും ബന്ധപ്പെട്ടുവെന്ന് വരാം. അതാണ് രക്തബന്ധമില്ലാത്ത ചില വ്യക്തികളിൽ പോലും പ്രേതോപദ്രവമായി കാണുന്നത്. ജീവിച്ചിരിക്കുന്നവരുടെ ശരീരത്തിൽ ബാഹ്യത്തിൽ വലയം ചെയ്യുന്ന ധനഞ്ജയൻ എന്ന പ്രേതഭാവത്തെ ഉചിതമായ താന്ത്രിക ക്രിയകളിലൂടെ വേർപെടുത്തി മരണഘട്ടത്തിൽ അന്തരീക്ഷത്തിലേക്ക് വേർപെട്ടുപോയ 9 പ്രാണനിലേക്ക് ഈ ധനഞ്ജയനെ കൂടി ബന്ധപ്പെടുത്തി 10ഉം ഒരുമിച്ച് ചേർത്ത് വീണ്ടും ജീവിച്ചിരിക്കുന്നവരുടെ ശരീരത്തിലേക്ക് അനുഗ്രഹകലയാക്കി തീർക്കുന്ന ഉയർന്ന ഒരു കർമ്മമാണ് പ്രേതബാധ വേർപാട്. നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനും വാസനാജന്യമായ പുനർജനിയുടെ ശ്രേഷ്ഠതയ്ക്കും ഈ മഹത്തായ കർമ്മം വളരെ അത്യാവശ്യമാണ്. മരണമടഞ്ഞ വ്യക്തിയുടെ ആത്മാവിന് ശാന്തത ലഭിക്കാനായി ധാരാളം പേർ ഇന്ന് മരണമടഞ്ഞ വ്യക്തികളെ പേരും നക്ഷത്രവും ദേശപ്പേരും അല്ലെങ്കിൽ സങ്കല്പമായിട്ടും പ്രതിമകളിൽ വളരെ ശ്രദ്ധയോട് ആവാഹിച്ച് തിരുനെല്ലി, രാമേശ്വരം, കാശി എന്നിവിടങ്ങളിൽ സമർപ്പണം ചെയ്ത് വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ച് പിതൃപ്രീതി നേടിയെടുക്കുന്നു. വലിയ സാമ്പത്തികമുള്ളവർ പൊതുവെ വലിയ രീതിയിലുള്ള കർമ്മങ്ങളായി പ്രേതദോഷ നിവാരണത്തിനും പിതൃപ്രീതിക്കും വേണ്ടി ആദ്യം മഹാസുദർശന ഹോമം ചെയ്ത് പ്രേതാത്മാക്കൾക്ക് മോക്ഷം നൽകുന്ന മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തി തുടർന്ന് പ്രേതഭാവത്തെ പ്രതിമയിൽ ആവാഹിച്ച് സാന്നിധ്യപ്പെടുത്തുകയും തുടർന്ന് ദുരിത പരിഹാരങ്ങളായ തിലഹോമം, വേദജപം, വിഷ്ണു സഹസ്രനാമജപം,
പുരാണ പാരായണം, ജാതി വ്യത്യാസം നോക്കാതെ ദൈവിക നിലയിലുള്ള സാധുക്കളായ മനുഷ്യർക്ക് അന്നം, വസ്ത്രം, ധനം മുതലായവ നൽകി തൃപ്തിപ്പെടുത്തുക തുടങ്ങിയ കർമ്മങ്ങൾക്ക് ശേഷം സായുജ്യ പൂജയും ചെയ്ത് പ്രതിമകൾ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് ക്ഷേത്രത്തിൽ ബലിയിടുകയും അതിനോടനുബന്ധിച്ച ചടങ്ങുകൾ നടത്തുകയും ചെയ്യുന്നു. പ്രേക്ഷകരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ.